ഇപ്പോൾ വന്നിട്ട് ഹായ് ഫ്രണ്ട്സ് ആറാക്കല അവൻ്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു പിന്നെ ഇവിടെ തമ്പാക്കും ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കും ഉണ്ടല്ലേ ഇങ്ങനെ കയറുന്നു ആ തമ്പാക്കും അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ് ആഗ്രഹം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാൻമണി ദാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്തർ മന്ദറിൽ നടന്ന CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ സെലിബ്രിറ്റീസിൽ പ്രമുഖയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ജാൻമണി ദാസ്. എന്നാൽ ജാൻമണി ദാസ് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയതിന് തൊട്ട് പിന്നാലെ ധാരാളം ഓൺലൈൻ ചാനലുകൾ ഇവരുടെ ബൈറ്റുകൾ എടുക്കുവാൻ വേണ്ടിയിട്ട് വട്ടമിട്ട് പറക്കുന്നുണ്ട്. അതുകൂടാതെ ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇവര് ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട്. എന്തായാലും ജാൻമണി ദാസ് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ബൈറ്റ് അല്പം വിവാദമായിട്ടുണ്ട്. അല്പം എന്നല്ല, ഗുരുതരമായിട്ട് തന്നെ അതൊരു വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും അസമിലും ഡൽഹിയിലും ഉൾപ്പെടെ ജാൻമണി ദാസിനെതിരെ പരാതികളുടെ പ്രളയമാണ് എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും കേരള പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പരാതിയുടെ ചെല്ലാൻ എന്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാണ്ട് വരികയാണ്. എന്തായാലും ജാൻമണി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ എത്തിയ ശേഷം ധാരാളം ഓൺലൈൻ മീഡിയാസിന് ബൈറ്റുകൾ നൽകിയിരുന്നു. അങ്ങനെ ബൈറ്റുകൾ നൽകുന്നതിനിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തി. ഈ ഒരു പരാമർശമാണ് ഇപ്പോൾ ജാൻമണിക്ക് ഊരാക്കുടുക്കായി മാറിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള BJP പ്രവർത്തകർ ഇതിന് ഡേറ്റാസ് കളക്ട് ചെയ്തുകൊണ്ട് അസമിലും അതേപോലെ തന്നെ ഡൽഹിയിലും പരാതികൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിലും ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ജാൻമണി ദാസിന്റെ ആ വിവാദമായ ബൈറ്റ് നമുക്കൊന്ന് കണ്ടുനോക്കാം. എൻ്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? സോ ഈ ഒരു ബൈറ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീജറായി എന്ന് പറയുന്ന BJP പ്രവർത്തകൻ ജാൻമണിക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജറായുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം, ശ്രീജറായാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകില്ലായിരിക്കും. എന്നാലും ഒന്ന് കണ്ടു നോക്കി. എൻ്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? പ്രധാനമന്ത്രിയുടെ അമ്മനെയൊക്കെ ഇത്ര ധൈര്യമായിട്ട് ഓപ്പണായിട്ട് ഓൺലൈൻ മീഡിയ വന്നിട്ട് ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ കാണാൻ നേരത്ത് സത്യം പറഞ്ഞ ചോരിങ്ങനെ തിളക്കണുണ്ട്, 2 പിടിച്ച് പെടക്കണമെന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇത് ഇങ്ങനെ ഒരു ധൈര്യമായിട്ട് പല ആൾക്കാരുടെ അടുത്ത് വന്നു ചേരുന്നുണ്ട്. എന്തും പറയാന്ന് വെച്ചാ അതായത് കഷ്ടപ്പെട്ട് ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് നരേന്ദ്രമോദി എന്ന ആ വ്യക്തിയെ വളർത്തിയെടുത്ത ഒരമ്മനെ പറ്റി പറയാനാണ് ഈ പരനാറി, ഈ പല പേരും വായിലും വേണ്ട, അത് വിളിക്കണില്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനെതിരെ കൃത്യമായിട്ട് പല സ്ഥലങ്ങളിൽ കേസ് കൊടുത്തിട്ട് അതിനെ നടപടി എടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടുത്തെ BJP നേതൃത്വം ചെയ്തില്ലെങ്കിൽ എനിക്കും കേസ് കൊടുക്കാം, യാതൊരു സംശയമില്ല. എനിക്കും കേസ് കൊടുക്കാം, ഞാനും കേസ് കൊടുക്കാൻ പോണെയാണ്. സാധാരണക്കാർക്ക് എല്ലാവരും കേസ് കൊടുക്കാം. പക്ഷെ ഇവിടുത്തെ BJP നേതൃത്വം, IT സെല്ല്, അഭിഭാഷക സെല്ല്, എന്തൊക്കെ സെല്ലുകളുണ്ട്, അവരിതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അറിയിക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ അവരോടാണ്, നിങ്ങളിത് കൊടുത്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലെ വന്നിട്ട് പാവം മരണപ്പെട്ട നരേന്ദ്രമോദിനെ അമ്മേനെ വരെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ കയ്യൂക്കൊണ്ട് രണ്ടെണ്ണം പെടക്കാനായിട്ട് എല്ലാവർക്കും പറ്റും. പക്ഷെ ആ പെടക്കണം ചിലപ്പോൾ പോയിട്ട് അഴിക്കുള്ളി കിടക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഇതിനെ നേരിടാനായിട്ട് ഇവിടുത്തെ BJPയുടെ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ പിന്നെ ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലെ ഈ ജാൻമണിനെ പോലുള്ള മാരി ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു നടപടി, പരാതിക്ക അവനെ പൂട്ടാൻ തന്നെ ഉള്ളൊരു ശ്രമം ഇവിടുത്തെ നേതാക്കന്മാര് നടത്തണം എന്നൊരു അഭ്യർത്ഥനയാണ്, ഒരു സാധാരണ പ്രവർത്തകന്റെ അഭ്യർത്ഥനയാണ്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇതാണ് പേര്, BJPക്കാരാണ്, നരേന്ദ്രമോദിയുടെ അനുയായികളാണ് എന്ന് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ഏതായാലും ഞാൻ എന്റെ രീതിയിൽ ഒരു സാധാരണ പൗരനെന്നുള്ള നിലയിൽ ഇതിനെതിരെ ഒരു പരാതി കൊടുക്കാൻ പോണെയാണ്. കാണുന്നവരും ചെയ്യണം. അവൻ നടക്കട്ടെ എന്ന്. അവന് എന്തും പറയാൻ, ഒരു ഓൺലൈൻ മാധ്യമമായാലും അവന്റെ ഭാഷ കേട്ടാൽ തന്നെ പിടിച്ച് പെടക്കാൻ തോന്നും. എന്തും പറയാം, സാരി കൊടുത്ത് കുറെ എന്തും പറയാന്നുള്ള ധാരണയാണ്. അപ്പൊ ഇതിനെതിരെ പരാതി പലരും നമുക്ക് എല്ലാവരും കൊടുക്കാം. അതോടൊപ്പം പ്രത്യേകമായിട്ട് BJP നേതൃത്വം ഇതിന് വേണ്ടി പരിശ്രമിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ BJPക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ ശ്രീജറായി കൊടുത്തിരിക്കുന്ന പരാതിയുടെ ഡീറ്റെയിൽസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്.
എന്തായാലും ജാൻമണിക്ക് നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം കേരളത്തിൽ മാത്രമല്ല അസമിലും ഡൽഹിയിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും കേരളത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പോലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉറപ്പായിട്ട് നടപടി ഉണ്ടാകും. കാരണം കേരളം ഭരിക്കുന്നത് BJP അല്ലെങ്കിലും ഈ രണ്ട് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓൾറെഡി ലോക്കാവും. ഡൽഹി പോലീസിനെ അധിക്ഷേപിച്ചതിനുൾപ്പെടെ ജാൻമണിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ സൈബർ അധിക്ഷേപങ്ങൾക്ക് കേസെടുക്കേണ്ട വകുപ്പില്ല എന്നാണ് നമ്മുടെ കേരള പോലീസ് പറയുന്നത്. പക്ഷെ അതേപോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ്. അതുകൊണ്ട് തന്നെ ജാൻമണിക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് ഊരിപ്പോരുവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കേരളത്തിലെ BJPയുടെ പുതിയൊരു പോളിസി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ BJPക്ക് ഭരണമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനാണ് കേരള BJP ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ്. അതിന്റെ ഭാഗമായിട്ട് നിരവധി പേർക്കെതിരെ കേസുകൾ ഓൾറെഡി അവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജാൻമണിക്ക് നല്ല എട്ടിന്റെ പണിയാണ് ഒത്തു വന്നിരിക്കുന്നത്. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താണ്ട് മറക്കരുത്.